പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഈ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രാങ്കണത്തിൽ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളെല്ലാവരും കാണാനും സംസാരിക്കാനും അവസരം കിട്ടിയിട്ടുള്ള സന്തോഷവും രേഖപ്പെടുത്തുക. സത്യത്തിൽ ഞാനിവിടെ നേരത്തെ വരേണ്ടിയിരുന്ന ഒരാളാണ്. ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് അവർക്കുള്ള സമയത്ത് ഞാൻ ഇന്ത്യ വിഷനിൽ സ്ഥിരമായി അവതരിപ്പിച്ചിരുന്ന വാരാന്ത്യ പരിപാടി അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുമായിരുന്നു. അദ്ദേഹം ഇത് രസിക്കുകയും ചെയ്യുമായിരുന്നു. അതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളും അവരുടെ മക്കളും പണ്ടൊരിക്കൽ ഈ ക്ഷേത്രത്തിൽ വന്നു. അതിനടുത്ത് അവർ ഇദ്ദേഹത്തിൻ്റെ ഇല്ലത്തും പോവുകയുണ്ടായി. ഇവരവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഈ വാരാന്ത്യം പരിപാടിയുടെ പുനഃസംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇവരോട് പറഞ്ഞു, ഇത് കണ്ട് ഈ കുട്ടികൾ ചിരിച്ചു. കാരണം എന്ന് വെച്ചാൽ അവിടെയും ഇത് തന്നെയുള്ളൂ പുള്ളി കാണുന്നതെന്ന് ആലോചിച്ചിട്ടാണ് കുട്ടികളെ ചിരിച്ചത്. ഇവരെന്തുകൊണ്ടാണ് ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ പരിപാടികൾ ഞാൻ സാധാരണ കാണാറുണ്ട്, ആൾ വളരെ രസികനാണ്. അപ്പോൾ എൻ്റെ അനന്തരവൻ പറഞ്ഞു, ഈ രസികൻ ഞങ്ങളുടെ അമ്മാവനാണ്, അതാലോചിച്ചിട്ടാണ് ഞങ്ങൾ ചിരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചു. നമ്മൾ പിന്നെ പലവിധ തിരക്കുകൾക്കിടയിലായതുകൊണ്ട് സത്യത്തിൽ വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പിന്നീട് പത്രദ്വാര അറിയുകയാണ് ചെയ്തു. ഏതായാലും എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. ഏതായാലും ഇപ്പോഴാണ് എനിക്കിവിടെ വരാനുള്ള സമയമായത് എന്ന് വിചാരിച്ചത്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ആകാശത്തിന് തീരെ എല്ലാത്തിനും ഒരു സമയമുണ്ട്, വിതയ്ക്കാൻ ഒരു കാലം, കൊയ്യാൻ ഒരു കാലം എന്ന് പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് ജയശങ്കറിന് മള്ളിയൂർ ക്ഷേത്രാങ്കണത്തിൽ വരാനും ഒരു സമയമുണ്ട്. ആ സമയം ഇപ്പോഴേ എത്തിയുള്ളൂ എന്ന് വിചാരിച്ചത്. സത്യം പറഞ്ഞ് ഇന്ന് സമയത്തിന് എത്താൻ പറ്റുമോ എന്ന് സംശയിച്ചു. കാരണം കാലേ കൂട്ടി പുറപ്പെട്ടാണെങ്കിലും കുറച്ച് എത്തിയപ്പോൾ വലിയ ഗതാഗത കുരുക്കിൽപ്പെട്ടു. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എത്തുകയില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എന്നാലും കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞു. അതും ഒരു ഭാഗ്യം എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രാങ്കണത്തിൽ പരിപാടി നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലമാണ്. 1960കളുടെ അവസാനം അല്ലെങ്കിൽ 70കളുടെ തുടക്കം. ആ സമയത്തൊക്കെ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ പൊതുവേ ജീർണാവസ്ഥയിലാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ ചരിത്രപ്രസിദ്ധമായ സർക്കാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം. ഈ ഭൂപരിഷ്കരണ നിയമം എന്നെ മുമ്പ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ഭൂസ്വത്തുക്കളും ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ നമ്പൂരി ഇല്ലക്കാരുടെ, അതല്ലെങ്കിൽ കോവിലകത്തുകാരുടെ, അല്ലെങ്കിൽ വലിയ നായർ പ്രഭുക്കന്മാരുടെ ഉടമസ്ഥയിലാണ്. ഭൂപ്രഭുക്കന്മാരുടെ ഈ കഷ്ടകാലം സത്യം പറഞ്ഞാൽ നമ്പൂതിരിപ്പാടിൻ്റെ ആദ്യത്തെ മന്ത്രിസഭയുടെ കാലത്ത് കാർഷിക ബന്ധ ബില്ല് പാസ്സാക്കിയപ്പോൾ തന്നെ തുടങ്ങിയിരുന്നു. കുടിയാന്മാർ പാട്ടം കൊടുക്കാൻ, പാട്ടക്കാർ പാട്ടം കൊടുക്കുകയില്ല, കുടിയാന്മാർ ഒഴിഞ്ഞു കൊടുക്കുകയില്ല, ഓരോരുത്തരും ഭൂമിയുടെ അവകാശികളായിട്ട് ഭാവിക്കാൻ തുടങ്ങി. അവർക്കറിയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഈ വസ്തു നമ്മുടെ കിട്ടും എന്നാണ്. 69-ൽ ഗൗരിയമ്മയുടെ ചരിത്രപ്രസിദ്ധമായ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കൂടി വന്നതോടുകൂടി സംഗതി തീരുമാനമായി. അങ്ങനെ ബ്രഹ്മസ്വവും ദേവസ്വവും ഇല്ലണ്ടായി. ഇതാണ് സംഭവിച്ചത്. അതനുസരിച്ച് ക്ഷേത്രങ്ങൾ ജീർണാവസ്ഥയിലായി. ഈ ജീർണാവസ്ഥയിലായ ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കാനും അല്ലെങ്കിൽ പല സ്ഥലത്തും ഈ നിത്യനിദാന പൂജകൾ നടത്താൻ പോലുമോ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. മിക്കവാറും ക്ഷേത്രങ്ങളും ഈ ദുസ്ഥിതി, ഈ ദുർഗതി അനുഭവിച്ചു എന്നുള്ളത് സത്യം. വലിയ ക്ഷേത്രങ്ങൾ, വൈക്കം ക്ഷേത്രം അല്ലെങ്കിൽ ഏറ്റുമാനൂർ ക്ഷേത്രം, അതല്ലെങ്കിൽ തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം, പിന്നെ വളരെ പ്രബലരും സമ്പന്നരുമായ ഭക്തന്മാരുള്ള എറണാകുളം ശിവക്ഷേത്രം, അതല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം, ഇതൊക്കെ പിടിച്ചു നിന്നവയാണ്. പക്ഷേ അവിടെ പോലും ഈ നടവരവിന് കൊണ്ടാണ് കാര്യങ്ങൾ നടന്നത്. യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന വസ്തുവകളൊക്കെ നഷ്ടപ്പെട്ടു. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രം എന്ന് വെച്ചാൽ 10,000-കണക്കിന് പറയുടെ ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ കൂടൽ മാണിക്യ സ്വാമിയുടെ ഒരു ബലത്തിൽ അതിന് പ്രത്യേക ദേവസ്വവും മറ്റു സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവർ പിടിച്ചു. പക്ഷേ അവിടെയും വേറൊരു പ്രശ്നം സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ തൻകാര്യക്കാരായിട്ടുള്ള ദേവസ്വം ബോർഡുകാർ വരികയും അവർ ഇതിൽ നിന്ന് കഴിയാവുന്ന രീതിയിലുള്ള പല വിധത്തിലുള്ള അഴിമതികളും ദുർഭരണമൊക്കെ നടത്തി ഈ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ദുസ്ഥിതിനകത്ത് ആനയ്ക്ക് ഉത്സവം നന്നാവണമെന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇവരുടെ കാര്യത്തിൽ വളരെ ശരിയാണ്. ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് അവർ ഏതാണ്ട്
തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ സാമന്തന്മാരാണെന്നുള്ള രീതിയിലുള്ള ഭരണമാണ് ഏത് കാലത്തും. ഏത് സർക്കാർ വന്നാലും ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി. പക്ഷേ പിന്നീട് 80കളിലാണ് കാര്യങ്ങൾ കുറേശ്ശെ മാറാത്തത്. ആളുകൾക്ക് പല കാരണങ്ങളാലും ദൈവവിശ്വാസം പെട്ടെന്ന് വർദ്ധിച്ചു. ഇടക്കാലത്ത് ഈ കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ അതിപ്രസരം കൊണ്ടാണോ അതൊരു സാമൂഹ്യ സാഹചര്യങ്ങളിലുണ്ടായ മൊത്തത്തിലുള്ള ഒരു മാന്ദ്യം കൊണ്ടാണെന്ന് അറിയില്ല, ആളുകൾക്ക് ദൈവവിശ്വാസം അല്പം കുറഞ്ഞു. പക്ഷേ അടുത്ത സ്റ്റേജിൽ ഈ ദൈവവിശ്വാസം പണ്ടത്തേക്കാൾ ശക്തമായിട്ട് വരികയും കാര്യസാധ്യത്തിന് വേണ്ടി ആളുകൾ വീണ്ടും ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങി. എനിക്ക് ലോട്ടറി അടിക്കണേ ഗുരുവായൂരപ്പ എന്നൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകന് BA ഫസ്റ്റ് ക്ലാസ് കിട്ടണേ എന്നൊക്കെ ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു കാലം വന്നു. എൻ്റെ വീട്ടിൽ തന്നെ നമ്മളത് അനുഭവിച്ച ആൾ. എൻ്റെ അച്ഛനൊരു വലിയ മാർക്സിസ്റ്റുകാരനും, ഈ സ്റ്റാലിൻ മീശ വെച്ച മാർക്സിസ്റ്റുകാരനും വലിയ നാസ്തികനുമായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ക്ഷേത്രത്തിൽ പോയോ ഏതെങ്കിലും ഒരു മൂർത്തിയുടെ മുമ്പിൽ കൈകൂപ്പുകയോ ചെയ്തിട്ടില്ലാത്ത ആളാണ്. മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ പുള്ളി അതിഭയങ്കരമായ കുരുത്തക്കേട് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം മരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. മരിക്കുന്ന സമയത്തും പുള്ളിക്ക് അതിൽ യാതൊരു കുണ്ഠിതം ഉണ്ടായി കാണില്ല എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇപ്പോഴത്തെ കാലത്തെ സഖാക്കളെ പോലെയല്ല, അന്ന് ആത്മാർത്ഥ സഖാക്കളെ. അപ്പോൾ അതിൽ പെട്ട ഒരാളായി. അമ്മ സാമാന്യമായിട്ട് ദൈവവിശ്വാസമുള്ള ആളായിരുന്നു. അമ്മയ്ക്ക് പക്ഷേ സർക്കാർ ജോലിയായിരുന്നുകൊണ്ട് അമ്പലത്തിൽ പോകാനോ പ്രാർത്ഥിക്കാനോ വഴിപാട് കഴിപ്പിക്കാനോ സമയം കിട്ടിയിരുന്നില്ല, പല തിരക്കുകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാലത്ത് നിന്ന് പെട്ടെന്ന് സാഹചര്യം മാറുന്ന വെച്ചാൽ ഈ പാർട്ടിക്കാർ തന്നെ വലിയ വിശ്വാസികളായിട്ട് മാറി. സാധാരണക്കാർ ആരും പറയാനുമില്ല. കാരണം അതിൻ്റെ കാരണം കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കപ്പെടേണ്ടതാണ്. പെട്ടെന്ന് എന്തുകൊണ്ട് ആളുകൾക്ക് ദൈവവിശ്വാസം വർദ്ധിക്കും? ഒരു സമുദായത്തിൽ മാത്രമല്ല, എല്ലാ സമുദായത്തിലും ഇത് സംഭവിക്കും. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ വർദ്ധിച്ചു എന്നുള്ളതാണ്. ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലത്ത് നിന്ന് സാമാന്യമായ സമൃദ്ധി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ സൗകര്യത്തിൻ്റെ ഒരു കാലത്തേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ സുഖവും സൗകര്യവും വർദ്ധിക്കുമ്പോൾ സന്തോഷം വർദ്ധിച്ചില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ സന്തോഷം ഇല്ലാതെ ജീവിതത്തിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു. അതിന് പല കാരണങ്ങളും. ഒന്നാമത് ഈ കൂട്ടുകുടുംബം അല്ലെങ്കിൽ ഒരു വീട്ടിൽ ധാരാളം മക്കളുണ്ടാകുന്ന അവസ്ഥ കുറഞ്ഞുപോയി. അത് ഏറ്റവും കൂടുതലുണ്ടായത് ഈ കോട്ടയം പത്തനംതിട്ട ജില്ലയിലാണ്, തിരുവിതാംകൂർ ഭാഗത്ത്. പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സമുദായ അംഗങ്ങൾ കൂടുതലുള്ള ഭാഗത്താണ്. കാരണം കുടുംബസൂത്രത്തിൻ്റെ സന്ദേശം ആദ്യം സ്വീകരിച്ചത് ഈ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകൾ, പിന്നീട് സവർണ ഹിന്ദു വിഭാഗക്കാരുമാണ്. വിദ്യാഭ്യാസവും ആ ഭാഗത്താണ് കൂടുതലുണ്ടായെന്ന് വെച്ചോളൂ, അതുകൊണ്ടുകൂടി ആയിരിക്കാം. പക്ഷേ കുട്ടികളുടെ എണ്ണം കുറഞ്ഞപ്പോൾ എന്തു ചോദിച്ചാൽ എല്ലാവരും കുട്ടികളുടെ ക്ഷേമത്തിലും ഐശ്വര്യത്തിലും സന്തോഷത്തിലും കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും ഓരോ കുട്ടിക്കും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നും ഏറ്റവും മെച്ചപ്പെട്ട സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്നും മാതാപിതാക്കൾ ആഗ്രഹിക്കും. അതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ ചെയ്യുകയും ചെയ്യണം. പക്ഷേ കുട്ടികൾ തമ്മിലുള്ള സ്നേഹം കുറഞ്ഞുപോയി. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള യഥാർത്ഥമായ സ്നേഹവും വാത്സല്യവും കുറഞ്ഞുപോയി. എല്ലാ അമ്മമാർക്കും ആഗ്രഹം മക്കൾ ഉപാഷ്ട്രാങ്ക് പഠിക്കണമെന്നും ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിനേക്കാളും കൂടുതൽ ഡൊണേഷൻ കൊടുക്കുന്ന വേറെ സ്കൂളിൽ പഠിപ്പിക്കണമെന്നും ഇപ്പോൾ പഠിക്കുന്ന കോളേജിനേക്കാളും ഗംഭീരമായ കോളേജിൽ വിട്ടു പഠിപ്പിക്കണമെന്നും പറ്റുമെങ്കിൽ വിദേശത്ത് അയക്കണം എന്ന് വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുട്ടികളെല്ലാവരും വിദേശത്തും വൃദ്ധരായ മാതാപിതാക്കൾ നാട്ടിൽ പോയി പോകുന്നൊരവസ്ഥയുണ്ടായി. അതിപ്പോൾ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ പോയി നോക്കിയാൽ കാണാവുന്നതാണ്. മിക്കവാറും ആളുകളൊക്കെ വിദേശത്തും വീടുകളെല്ലാം പൂട്ടപ്പെട്ട അവസ്ഥയിലുമാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ സമൂഹത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. ഇതാരും ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല, ഉണ്ടാക്കിയതുമല്ല, തന്നെ ഉണ്ടായതാണ്. ഇതനുസരിച്ച് നിത്യജീവിതത്തിൽ സംഘർഷങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ മദ്യത്തിൻ്റെ ഉപയോഗം വല്ലാതെ കൂടിയത്. മദ്യമൊക്കെ പണ്ടും ആളുകൾ ഉപയോഗിച്ചു, പക്ഷേ അത് നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയത് ഇതുകൊണ്ടാണ്. ഇതിനേക്കാൾ ഭയാനകമാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം. ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ അരാജകത്വവും പടർന്നു പിടിക്കുക. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ്. വിവാഹമോചനം പണ്ട് അത്ര സർവ്വസാധാരണമായ ഒരു കാര്യമായിരുന്നില്ല. ഞാൻ LLB പാസ്സാവുന്നത് 88-ലാണ്, 1988. 88 അവസാനമാണ്, 89 ആദ്യമാണ് വക്കീലായിട്ട് പ്രാക്ടീസ് തുടങ്ങുന്നത്. 89-90 കാലത്ത് കുടുംബ കോടതികളില്ല നമ്മുടെ നാട്ടിൽ. അന്ന് സബ് കോടതിയിലാണ് ഹിന്ദുക്കൾക്ക് വിവാഹമോചനം. എറണാകുളം സബ് കോടതിയിലും പറവൂർ സബ് കോടതിയിലും കൂടി ഒരു കൊല്ലത്തിൽ ഒരു 30 കേസുകൾ വരും. ക്രിസ്ത്യാനികൾക്ക് ജില്ലാ കോടതിയിലാണ് ഒരു 20 കേസ് വരും. എറണാകുളം ജില്ലയിലെ കാര്യമാണ്. എറണാകുളം ജില്ലയിൽ 60 ഏറ്റവും കൂടിയാൽ
65 കേസ് വരും. ക്രിസ്ത്യാനികളും കൂടിയ 75 കേസ്. അത്ര കേസ് ഉണ്ടായിരുന്നു. വിവാഹമോചനം അത്രയും ഉണ്ടായിരുന്നു, അപൂർവം എന്ന് പറയാം. പക്ഷേ ഈ കുടുംബ കോടതി വന്നപ്പോൾ ഒരു മാറ്റം എന്നറിയാമോ? ഒരു ദിവസം 6 കേസ് വെച്ചായി. ഒരു ദിവസം 6 കേസ് വെച്ച് ഫയൽ ചെയ്തു. അത് കുടുംബ കോടതി വന്നുകൊണ്ട് കൂടിയാണ്. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ മനസ്സിലായി ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്ന്. ഭർത്താക്കന്മാരെ പാഠം പഠിപ്പിക്കാനായിട്ട് അവിടെ കൊണ്ട് പെറ്റീഷൻ കൊടുത്താൽ മതി. ആളുകൾക്ക് വല്ല ആവേശമില്ലേ? പെട്ടെന്നൊരു സാധനം വരുമ്പോൾ ആളുകൾക്ക് പെട്ടെന്നൊരു ഉത്സാഹം ഉണ്ടാവും. എന്ത് കാര്യമായിക്കോട്ടെ, മലയാളികൾക്കൊരു പരീക്ഷണ സ്വഭാവമുള്ളവരാണ്. അത് 1-2 സ്ത്രീകൾക്ക് ഗുണം കിട്ടിക്കഴിയുമ്പോൾ ബാക്കി സ്ത്രീകൾക്കും ഉത്തേജനം ഉണ്ടാവും. അപ്പുറത്തെ വീട്ടിലെ കാർത്തിയായിനി ഭർത്താവിനെതിരെ കേസ് കൊടുത്തു, എന്നാൽ പിന്നെ എനിക്ക് കൊടുത്തൂടെ എന്ന ചിന്താഗതി വരും. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് വക്കീലെന്നുള്ള നിലയ്ക്ക്. എന്നാൽ കക്ഷികൾക്ക് ഫീസ് കൊടുക്കാൻ ഒരു മടിയില്ലാത്ത കേസാണ്. ഈ കുടുംബ കോടതി കേസാണെങ്കിൽ ഭർത്താവിന് ഭാര്യയെ തോൽപ്പിക്കണം, ഭാര്യയ്ക്ക് ഭർത്താവിന് തോൽപ്പിക്കലാണ്. അതിൽ പെട്ടുപോകുന്നവരെ വെച്ചാൽ കുട്ടികളാണ്. കാരണം കുട്ടികൾ, നമ്മളൊരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ വിവാഹമോചനത്തിന് കേസ് കൊടുക്കാൻ വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് കുട്ടികളില്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു ആശ്വാസമാണ്. കാരണം കുട്ടികളെ വെച്ചുള്ള വിലപേശലുണ്ടാവില്ല. അപ്പോൾ ഒരു കേസ് കിട്ടിയാൽ വക്കീൽമാർ 9 കേസാക്കും. മനസ്സിലായി? ഒരു ഭാര്യ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ 9 കേസ് വരെ കൊടുക്കാം. ഭർത്താവ് വിവാഹമോചനത്തിന് കൊടുക്കുമ്പോൾ ഭാര്യ ഭർത്താവ് എന്താ പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി കൊടുക്കും. ഭർത്താവ് കുട്ടിയെ കിട്ടാൻ വേണ്ടി പരാതി കൊടുക്കുമ്പോൾ ഭാര്യ കുട്ടിക്ക് ചിലവിന് കിട്ടാൻ വേണ്ടി കൊടുക്കും. ഇങ്ങനെ ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ 9 കേസ് വരെ കൊടുക്കാം എന്നാണ് കണക്ക്. അപ്പോൾ അങ്ങനെ കേസുകൾ വർദ്ധിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? കേസ് കൊടുക്കുന്നുള്ളതല്ല. ഇനി ഒരു ദിവസം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ ഹർത്താൽ കാരണം ആളുകൾക്ക് എറണാകുളത്ത് വരാൻ പറ്റുന്നില്ല, കേസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ച് പേടിക്കണ്ട. പിറ്റേ ദിവസം 12 കേസുണ്ടാവും. 6 കേസ് 12 കേസ്. അങ്ങനെ രാജ്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജോസഫ് വാഴക്കൻ എന്ന് പറഞ്ഞ ഒരു നേതാവിനെ നിങ്ങൾ കേട്ടാണ്, കോൺഗ്രസ്സുകാർ. ഇയാൾ മൂവാറ്റുപുഴ MLA. മൂവാറ്റുപുഴയിൽ പുള്ളി ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ കൊടുത്തു. റവന്യൂ ടവർ പണിയിച്ചു, ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി, റോഡുകളൊക്കെ ടാറിട്ടു. അപ്പോൾ ആരോ വാഴക്കൻജിയുടെ അടുത്ത് പറഞ്ഞു, മൂവാറ്റുപുഴയുടെ വികസനം പൂർണ്ണമാണെങ്കിൽ ഇവിടെ ഒരു കുടുംബ കോടതി വേണം. വാഴക്കനൊന്നും അത് ശരിയാണല്ലോ. മൂവാറ്റുപുഴയിൽ പിറവത്തും കോതമംഗലത്തുമൊക്കെയുള്ള ആളുകൾ കേസ് കൊടുക്കാൻ വേണ്ടി എറണാകുളത്ത് പോകാന്ന് വെച്ചാൽ കഷ്ടമല്ലേ? അതുകൊണ്ട് മൂവാറ്റുപുഴയിൽ കുടുംബ കോടതി തുടങ്ങി. അതിനു മുമ്പ് എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമേ കുടുംബ കോടതി കേസുകൾ കൂടുതലായിട്ടുണ്ടായിരുന്നു. പറവൂർ, വൈപ്പിൻ, ഗോതുരുത്ത്, അല്ലെങ്കിൽ കൊച്ചി, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, എറണാകുളം, ആലുവ. ഈ മൂവാറ്റുപുഴയിൽ കുടുംബ കോടതി വരണവരെ പിറവം മൂവാറ്റുപുഴ ഭാഗത്ത് നിന്ന് കേസുകൾ കുറവായിരുന്നു. പക്ഷേ വാഴക്കൻ്റെ ഈ ഒരു പരിഷ്കാരം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ മൂവാറ്റുപുഴ, പിറവം, കോതമംഗലം ഭാഗത്തുള്ള സ്ത്രീകളും ഇതേക്കുറിച്ച് കൂടുതൽ ബോധവതികളാകുകയും ആ ഭാഗത്തും കേസുകൾ ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സർക്കാർ വരുമ്പോൾ മോശമാക്കാൻ പാടില്ലല്ലോ. നമ്മുടെ പ്രിയങ്കരനായ P. രാജീവാണ് ഇപ്പോഴത്തെ നിയമമന്ത്രി. രാജീവിനോട് ആരും പറഞ്ഞു, സഖാവേ ഈ പോക്ക് പോയി ശരിയാവില്ല, ഈ പറവൂരും ആലുവയിലൊക്കെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികൾ ഇവരൊക്കെ കേസിന് വേണ്ടിയിട്ട് എറണാകുളം വരെ പോകാൻ വെച്ചാൽ കഷ്ടമല്ലേ? രാജീവ് പറഞ്ഞു അതിനൊരു കുഴപ്പമില്ല. പുള്ളി അപ്പോൾ തന്നെ ആലുവയിലും പറവൂരും ഓരോന്ന് വെച്ച് തുടങ്ങി. ഇനി വേറെ എന്തിന് കുഴപ്പം വന്നാലും, നമ്മൾ പണ്ട് നാട്ടുപുറത്ത് പറയില്ലേ, 4 അരിക്ക് മുട്ട് വന്നാലും 4 ഇടിക്ക് മുട്ട് വരരുത് എന്ന് പറഞ്ഞ പോലെ വേറെ എന്തിന് പോരായ്മ ഉണ്ടെങ്കിലും കുടുംബക്കോടതി കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് നാട്ടിൻ്റെ പുരോഗതി തടസ്സപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് പുള്ളി 2 കോടതി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ 4 കോടതി. ഇപ്പോൾ കോട്ടയം ജില്ലാ കാര്യത്തിൽ പിന്നോക്കമാണ്. ഈ UDF സർക്കാർ വന്നിട്ട് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ് കടുത്തുരുത്തിയിൽ പറഞ്ഞ് തുടങ്ങിക്കണം. കടുത്തുരുത്തിയിൽ നിന്ന് കേസ് കൊടുക്കാനായിട്ടല്ലേ മുട്ടുചിറയിൽ മഞ്ച വ്യാപാരം നടന്ന ഒരാൾക്ക് കുടുംബ കോടതി കേസിന് പോകാൻ വേണ്ടിയിട്ട് പാല വരെ പോകണം, അല്ലെങ്കിൽ ഏറ്റുമാനൂർ പോകണമെന്ന് വെച്ചാൽ കഷ്ടമല്ലേ? അപ്പോൾ ചങ്ങനാശ്ശേരിയിലും കടുത്തുരുത്തിയിലും ഒരേ കുടുംബ കോടതി വെച്ച് തുടങ്ങാനുള്ള സംവിധാനം നടക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത്ര പേരുണ്ടാവില്ല കേൾക്കാൻ, കാരണം അവർ കുടുംബ കോടതി പോയിരിക്കും. അപ്പം ഇത് എങ്ങനെ, ഞാൻ പറഞ്ഞത് കുടുംബ കോടതി കേസിൻ്റെ കാര്യമല്ല. കേസ് കൊടുക്കാൻ ഒരു കാരണം വേണ്ടല്ലോ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിലൊക്കെ ഭർത്താവ് കൂർക്കം വലിക്കുന്നു എന്ന് പറഞ്ഞ് ഭാര്യ വിവാഹമോചനത്തിന് കേസ് കൊടുക്കും. വലിയ അത്ഭുത സംഭവമായിട്ട് പറഞ്ഞു. കൂർക്കം വലിയൊന്നും വേണ്ട, പപ്സ് മേടിച്ചു കൊടുക്കാത്തതിന് ഭാര്യ ഭർത്താവിനെതിരെ ഞാൻ നടത്തിയിട്ടുണ്ട് കേസ്. ഭർത്താവ് ഒരു നായർ ഫാമിലിയാണ്, തൃപ്പൂണിത്തുറ ഭാഗത്ത്. ഭർത്താവിൻ്റെ അച്ഛനമ്മ കുഴപ്പമില്ലാത്ത കുടുംബമാണ്. 18 വയസ്സിൽ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. 19 വയസ്സിലൊരു കുട്ടിയായി. പെണ്ണിന് 20 വയസ്സ്, കുട്ടിക്ക് 1 വയസ്സ്. കഥ ആരംഭിക്കുകയാണ്. ഒരു സായം സന്ധ്യയിൽ ഭർത്താവിൻ്റെ അമ്മയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിൻ്റെ അച്ഛൻ പുറത്ത് എവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ ഭാര്യ അകത്തുനിന്ന് പ്രവേശിക്കുന്നു, ഭർത്താവിനോട് ആവശ്യപ്പെടുന്നു, ചേട്ടാ ഒരു പപ്സ് വേണം. വേറൊരു സമയത്താണെങ്കിൽ ഭർത്താവ് പോയി മേടിച്ചു കൊടുത്തേനെ. പക്ഷേ
അമ്മയുമായിട്ട് സംസാരിച്ചു. അമ്മ ഗസറ്റർ ഉദ്യോഗസ്ഥയാണ്, മനസ്സിലായില്ലേ? അമ്മ ഇരിക്കട്ടെ, ഞാൻ പോയി പപ്സ് പഠിച്ചിട്ട് വരട്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കില്ല, എൻ്റെ വീട്ടിൽ നടക്കില്ല. പക്ഷേ ഈ ഭർത്താവ് പറഞ്ഞു സന്ധ്യ സമയത്ത് പപ്സാണ് കഴിയണേ എന്ന് പുള്ളി അല്പം ഗൗരവത്തിൽ ചോദിച്ചു. ഭാര്യ അകത്തേക്ക് പോയി. ഭർത്താവ് സംസാരം തുടർന്നു. കുറച്ച് കഴിഞ്ഞ് ഇയാൾ വരുമ്പോൾ കിടപ്പ് മുറിയിൽ ഭാര്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് എന്തിനാ ഇവർ കരയുന്നത് മനസ്സിലായില്ല. അത് നീ എന്തിനാ കരയണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി അല്ല വിശന്നിട്ടല്ലേ ഒരു പപ്സ് മേടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ശരിക്കും ഭ്രാന്തായി. വിശക്കുമ്പോൾ പപ്സാണ് കഴിക്കണേ, ചോറ് വിളമ്പി കഴിക്കടി എന്ന് പുള്ളി അല്പം ഉറക്കെ പറഞ്ഞു എന്നുള്ള ശരിയാണ്. പക്ഷേ പിറ്റേ ദിവസം കാലത്ത് ഈ ഭാര്യ കുട്ടിയെടുത്തുകൊണ്ട് വീട്ടിൽ പോയി. അത് നമുക്ക് മനസ്സിലാക്കാം. വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയുടെ അമ്മ അച്ഛനും പറയണ്ടേ, മകളെ കുടുംബജീവിതത്തിൽ പപ്സിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. സത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടത് നമ്മളൊക്കെ അങ്ങനെ പഠിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ ഇത് നേരെ വിപരീതമായിട്ടാണ് വർക്കൗട്ടായത്. അവർ പറഞ്ഞു വിശക്കുന്ന കൊച്ചിനൊരു പപ്സ് പോലും മേടിച്ചു കൊടുക്കാത്ത മഹാഖലൻ, ദുഷ്ടൻ, മഹാഭാവി, നീ അങ്ങോട്ട് പോകണ്ട എന്ന് പറയും. പിന്നെ വരുന്ന കുടുംബ കോടതി എന്നുള്ള നോട്ടീസാണ്. ഭാര്യ ഭർത്തൃ ബന്ധം വിച്ഛേദിക്കാനായിട്ട് ഭാര്യ കുടുംബ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു. കാര്യം പപ്സ് മേടിച്ചു കൊടുത്തില്ല. അപ്പോൾ ആ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറോട് എനിക്ക് വലിയ ബഹുമാനം തോന്നി. അമേരിക്കയിൽ കൂർക്കം വലിച്ചേരല്ലേ കേസ് കൊടുക്കുന്നത്, ഇവിടെ പപ്സ് മേടിച്ചു കൊടുക്കാത്തതിന് കേസ് കൊടുക്കുന്നു. ഇത് വെറും തമാശയല്ല, ഇതിൽ ശരിക്കും ഉണ്ടായ സംഭവം എന്നുള്ളതല്ല. അതിൻ്റെ അപകടം എവിടെ കിടക്കണമെന്ന് വെച്ചാൽ ശരിക്കുള്ള പ്രശ്നം എന്താണ്? മനുഷ്യർക്ക് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പപ്സല്ല പ്രശ്നം. രണ്ട് മനുഷ്യജീവികൾക്ക് ഒരു മേൽക്കൂരയ്ക്ക് താഴെ ഭാര്യയും ഭർത്താവുമായിട്ട് ഒരു കുട്ടിയുണ്ട്. എന്നിട്ട് സ്നേഹിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നമ്മുടെ മുൻ തലമുറയിൽ ഇതുണ്ടായിരുന്നില്ല, അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ കേസിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ കേസിലും സംഭവിക്കുന്നത് ഈ വിവാഹ ബന്ധങ്ങൾ പൊരുത്തക്കേടുകൾ വർദ്ധിക്കും. ചെറിയ പൊരുത്തക്കേടുകൾ പോലും വലിയ സംഘർഷങ്ങൾക്കും സംഘട്ടനങ്ങൾക്കും കുടുംബ കോടതി കേസുകൾക്കും വിവാഹമോചനങ്ങൾക്കും കാരണമാകുന്നു. ആത്മഹത്യകൾ പെരുകുന്നതും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വർദ്ധിക്കുന്നതും ഇത് വ്യാപകമാകുന്നതും ഒരേ രോഗത്തിൻ്റെ വിവിധ രൂപാന്തരങ്ങളാണ്. അപ്പോൾ നമ്മുടെ സമൂഹം രോഗഗ്രസ്തമാണ് എന്നതാണ്. അപ്പോൾ മനുഷ്യന് മനസ്സമാധാനം ഇല്ലണ്ടാവും. ചിലർ മദ്യത്തിൽ, ചിലർ മയക്കുമരുന്നിൽ ഒക്കെ ആശ്രയം കണ്ടെത്തുന്നു. എന്ന ഘട്ടത്തിൽ ബാക്കിയുള്ള ആളുകൾ എന്തു ചെയ്യുന്നു? അവർ ദൈവത്തിൽ ആശ്രയം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യർക്ക് ഭക്തി വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വീണ്ടും പോകും. അതുകൊണ്ടാണ് ഇത് ദേവസ്വവും ബ്രഹ്മസ്വവും ഇല്ലാണ്ടായിട്ടും ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നു, പള്ളികൾ പുനരുദ്ധരിക്കുന്നു. ആളുകൾ മടി കൂടാതെ ഇതിനൊക്കെ പൈസ കൊടുക്കും. കാരണം മനുഷ്യർക്ക് ജീവിതത്തിൽ യാതൊരു ആശ്രയവും ഇല്ലാണ്ടാവുകയാണ്. അവസാനത്തെ ആശ്രയം ദൈവമാണ്. ഇത് നമ്മൾ വികസിതമായി യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി നോക്കിയാൽ പോലും വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അവിടെ ജനങ്ങൾക്ക് ദൈവവിശ്വാസം എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടായി. കാരണം അതിൻ്റെ ആവശ്യമില്ല, ദൈവത്തിൻ്റെ ആവശ്യമില്ലാണ്ടായെന്ന് വെച്ചാൽ അവരുടെ സുഖവും സൗകര്യവും ക്ഷേമമൊക്കെ സർക്കാർ നോക്കുന്നുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ മക്കൾ അവരുടെ പാട്ടിന് പോകും. അമ്മയും അച്ഛനെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ഇവരുടെ മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ വയസ്സായാൽ ആര് നോക്കും എന്നുള്ള ചോദ്യം ഉണ്ടല്ലേ, അത് സർക്കാർ നോക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും സർക്കാർ പരിപാലിച്ചു പോകും. സർക്കാർ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യമില്ല. അത് പ്രൊട്ടസ്റ്റൻ്റ് രാജ്യങ്ങളിൽ വളരെ കൂടുതലാണ്. കത്തോലിക്ക രാജ്യങ്ങളിൽ ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് യൂറോപ്പിലൊക്കെ പല പള്ളികളും വിശ്വാസികളില്ലാതെ ഭക്തന്മാരില്ലാതെ അടച്ചു പൂട്ടേണ്ടി വരികയോ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞ പോലെ ബാറായിട്ട് മാറ്റേണ്ട ഒരു ഇത് പറഞ്ഞത് ചാണ്ടി ഉമ്മനായിട്ട് ആൾക്കാരെ അയാളെ പരിഹസിച്ചു. പക്ഷേ സംഗതി സത്യമാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. എത്രയോ വലിയ പുരാതനമായ ഗംഭീരമായ ദേവാലയങ്ങൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ആരുമില്ല. തുറന്നു പ്രവർത്തിക്കുന്നതിൽ തന്നെ ആരുമില്ല. പ്രാർത്ഥിക്കാൻ ആളുകളില്ല. വളരെ വൃദ്ധന്മാരായ ആളുകൾ, 90 വയസ്സൊക്കെയുള്ള ചില സായിപ്പന്മാരോ മദാമ്മമാരോ വന്നിങ്ങനെ പ്രാർത്ഥിക്കും. പെർത്തിൽ വലിയൊരു പള്ളിയിൽ പോയി ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കില്ല, ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറയില്ല. നമ്മൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുക. സാറിന് ഇപ്പോൾ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചു, ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചു. പക്ഷെ അവിടെ പോയപ്പോൾ വലിയ പള്ളിയാണ്, സെൻറ്റ് ജോർജ് കത്തീഡ്രൽ. കത്തീഡ്രലൊക്കെ ഗംഭീരമാണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് പണിഞ്ഞാണ്. പ്രാർത്ഥിക്കാൻ ഒരാൾ പോലുമില്ല. അപ്പോൾ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആരെങ്കിലും വരണമേ. കാരണം അതുപോലെയുള്ള വികസിത രാജ്യങ്ങളിൽ ആളുകൾക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പോയ ചില ആളുകൾ, അല്ലെങ്കിൽ ഫിലിപ്പീൻസിൽ നിന്ന് വന്ന ആളുകൾ, അവർ പള്ളിയിൽ പോകുന്നുണ്ട്.
പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ സന്തോഷമില്ല. പക്ഷേ ഈ അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയിൽ ദൈവവിശ്വാസികൾ വളരെ കൂടുതലുണ്ട്. കാരണം ജീവിതത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല. പണമുണ്ട്, പണം കൊണ്ട് മാത്രം സന്തോഷം ഉണ്ടാവില്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ ആളുകളിൽ പണം അതിന് മാതിരില്ല, മാന്യമായി ജീവിക്കാനേ പറ്റുള്ളൂ. പക്ഷേ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. മറിച്ച് അമേരിക്കയിൽ അങ്ങനെയല്ല. പണം കൂടുതലുണ്ട്, വസ്തുവകൾ കൂടുതലുണ്ട്, സമ്പത്ത് വളരെ കൂടുതലാണ്. പക്ഷേ ആളുകൾക്ക് യാതൊരു സന്തോഷമില്ല. ഒരു സായിപ്പിൻ്റെ മുതക്ക് നോക്കിയാൽ അവനെന്തോ ചിട്ടിക്കമ്പനി പൊളിഞ്ഞ് കംപ്ലീറ്റ് കാശ് പോയ പോലെയാണ്. മനസ്സിലായി? അത് അമേരിക്കക്കാരൻ്റെ പ്രത്യേകം. യൂറോപ്പിൻ്റെ മുതക്ക് നോക്കിയല്ല, വളരെ ഉല്ലാസവനായിരിക്കും, ചിരിച്ച് എപ്പോഴും വളരെ ഹാപ്പി ആയിരിക്കും. ആലോചിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ്. ഇതാണ് രണ്ട് ഭൂഖണ്ഡങ്ങളും തമ്മിൽ വ്യത്യാസം. കാരണം അവിടുത്തെ രീതികൾ വ്യത്യസ്തമാണ്. നമുക്ക് ജീവിതത്തെക്കുറിച്ച് ഒന്നും ആലോചിക്കാനില്ല. മറിച്ച് അമേരിക്കക്കാരന് ജീവിതത്തിൽ യാതൊരു സന്തോഷമില്ല. അതുകൊണ്ട് മിക്കവാറും എല്ലാവരും തന്നെ പെന്തിക്കോസ്തുകാരായിട്ട് മാറുകയും ഈശോ ഇപ്പോൾ വരും എന്ന ആ സൂക്തവുമായിട്ട് ഇങ്ങനെ നടക്കുകയും ചെയ്യും. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാലായിട്ട് തമാശകളുള്ളൂ. ഞാനൊരിക്കൽ ഈ ഇംഗ്ലണ്ടിൽ കോവൻട്രി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത്ര വലിയ പ്രസിദ്ധമായ സ്ഥലമല്ല. അവിടെ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച എനിക്ക് ഒരുപാട് നേരം ചിരിച്ചു. കറമ്പനായ ഒരു മനുഷ്യൻ, ആഫ്രിക്കക്കാരനാണെന്നുള്ള വ്യക്തമാണ്. അവിടെ നിന്ന് ഉറക്കെ ഈ പെന്തിക്കോസ് ഉപദേശികൾ പ്രസംഗിക്കുന്ന പോലെ ഈശോ ഇപ്പോൾ വരും, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഇപ്പോൾ ഉണ്ടാകുമെന്ന് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ, ഈ വെളുത്ത വർഗ്ഗക്കാർ ഒരുപാട് പാടുപെട്ട് മലമ്പരിയോടും മന്ദിരോടൊക്കെ പടവെട്ടി ആഫ്രിക്കയിൽ പോയി അവിടെയുള്ള ആൾക്കാർക്ക് ബൈബിൾ കൊടുത്ത് സുവിശേഷം പഠിപ്പിച്ച് ഈശോ ഇപ്പോൾ വരുന്ന അവരെ പഠിപ്പിച്ച് തിരിച്ചിവിടെ വന്നപ്പോൾ എന്തു പറ്റി? കറുത്ത വർഗ്ഗക്കാർ ഇവിടെ വന്നിട്ട് സായിപ്പന്മാരെ പഠിപ്പിക്കാൻ തുടങ്ങി. കാലം പോയ പോക്കേ. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ ഓർത്തു. പുള്ളി ഒരു വലിയ കുസൃതിക്കാരനായിരുന്നു. ഒരിക്കൽ ഈ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ തൃപ്പൂണിത്തുറ കോവിലകത്തെ തമ്പുരാക്കന്മാർ ചെണ്ട, മദ്ദളം മുതലായ ഇതൊക്കെ പഠിച്ചിട്ട് ഇലത്താളമൊക്കെ പിടിച്ച് പൂർണ്ണത്രേശ്വര ക്ഷേത്രത്തിൽ പഞ്ചാരി മേള അവതരിപ്പിച്ചു. അതിൻ്റെ പടം കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, ഓ, കാലം പോയ പോക്കേ, രാജ്യം ഭരിക്കേണ്ടിയിരുന്ന ആൾക്കാരിപ്പോൾ ചെണ്ട കൊട്ടുകയാണ്. എന്നിട്ട് പുള്ളി കൂട്ടിച്ചേർത്തു, ചെണ്ട കൊട്ടേണ്ടിയിരുന്ന ആൾ രാജ്യം ഭരിക്കുക. കാരണം ശ്രീമാൻ കരുണാകരനായിരുന്നു അന്ന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പോലെ ഈ വെളുത്തവർക്ക് സായിപ്പന്മാർ ഇവിടെ നിന്ന് സുവിശേഷവുമായിട്ട് ആഫ്രിക്കയിൽ പോയി അവരൊക്കെ പഠിപ്പിച്ച് ബൈബിൾ കൊടുത്ത് എന്താണ് ജ്ഞാനസ്നാനം നടത്തി ക്രിസ്ത്യാനികളാക്കി അവരെയൊക്കെ ഉത്ബുദ്ധരാക്കി തിരിച്ചു വന്നപ്പോൾ എന്തു പറ്റി? കറുത്ത വർഗ്ഗക്കാരൻ തിരിച്ച് ഇംഗ്ലണ്ടിൽ വന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. പുള്ളി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചിരി വരും. എവിടെ പോയാലും ഉള്ളിൽ ചിരിയുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഞാൻ ചരമക്കോളം വായിച്ചൊക്കെ ചിരിക്കാറുള്ള ആളാണ്. എന്തൊക്കെ തമാശകളായാലും വരുന്നത്. കാര്യം ചരമക്കോളമാണ്, മരിച്ച ആൾക്കാരെ കുറിച്ചുള്ള വാർത്തകളാണെങ്കിലും ചില വാർത്തകൾ വായിച്ച് നമ്മൾ പൊട്ടിച്ചിരിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു സംഗതി, ഒരിക്കൽ മാതൃഭൂമിയിൽ വന്നാൽ സ്ഥലത്തെ വ്യാപാര പ്രമുഖനും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനുമായ ഗാന്ധി സദനത്തിൽ കരുണാകരൻ മുതലാളി അന്തരിച്ചു. എത്ര കോൺട്രഡിക്ഷനായിട്ട് നോക്കൂ. ഒന്ന് വ്യാപാര പ്രമുഖൻ, രണ്ട് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഇത് തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? രണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ്റെ വീട്ടുപേര് ഗാന്ധി സദനം എന്നാണ്. മാർക്സ് സദനം എന്നല്ല, ലെനിൻ നിവാസ് എന്നല്ല, ഗാന്ധി സദനം. മൂന്നാമത് അദ്ദേഹത്തിൻ്റെ പേര് കരുണാകരൻ മുതലാളി. ഇത് തൊഴിലാളികളുടെ നേതാവാണ്, ഇല്ലേ? മുതലാളിത്തത്തിന് ഏറ്റവും എതിർക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം. ഈ മരിച്ച സഖാവിൻ്റെ പേര് കരുണാകരൻ മുതലാളി എന്നാണ്. ഇനി ചിലപ്പോൾ യഥാർത്ഥത്തിൽ പേരിൽ മാത്രമേ പുള്ളിക്ക് മുതലാളിത്തോടെ ഉള്ളൂ, നമുക്കറിയില്ല. അതവിടെ പോയി അന്വേഷിച്ചാലും ഇത് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വായിച്ചാൽ ആരെങ്കിലും ചിരിച്ചു പോകും. അപ്പോൾ ഈ ചിരിക്കാനുള്ള കഴിവെന്ന് വെച്ചാൽ മനുഷ്യൻ മൃഗങ്ങൾ തമ്മിൽ പ്രധാന വ്യത്യാസമാണ്. മനുഷ്യർക്ക് ചിരിക്കാൻ പറ്റുള്ളൂ, മൃഗങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഈ ഇതുപോലുള്ള കാഴ്ചകൾ, ഇതിൽ കാഴ്ചയുടെ ഈ ചിരിയുടെ അകത്ത് ഒരു വലിയ സങ്കടമുണ്ട്. ഈ സങ്കടത്തിൽ നിന്നാണ് ചിരി ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അമേരിക്കക്കാർക്ക് സന്തോഷമില്ലാത്തതെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ സമാധാനമില്ല, സംഘർഷങ്ങൾ കൂടുതലാണ്. അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളവും മാറിക്കൊണ്ടിരിക്കുക ഈ സാമൂഹ്യ യാഥാർത്ഥ്യം. പിന്നെ മനുഷ്യർക്ക് അവസാനത്തെ അത്താണി എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, പിടിച്ച ഒരു രക്ഷയില്ലാത്ത. അതുകൊണ്ടാണ് ഈ വലിയ മാർക്സിസ്റ്റ് നക്സലൈറ്റ് നേതാക്കന്മാരൊക്കെ പിൽക്കാലത്ത് ദൈവവിശ്വാസികളായിട്ട് മാറുന്നത്. ഫിലിപ്പം പ്രസാദ് ഇന്നലെ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പഴയ സുഹൃത്താണ്. ഒരു കാലത്ത് ഈ തിരുനെല്ലിയിൽ തൃശ്ശില്ലേരിയിലൊക്കെ വലിയ വിപ്ലവത്തിനും കലാപത്തിനും പോയ ആളാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ പ്രതിയാണ്. അദ്ദേഹം പിൽക്കാലത്ത് വിപ്ലവബാധ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം സായി ഭക്തനായിട്ട് മാറി. ഒന്നാലോചിച്ചു, അതിലും വലിയൊരു വൈരുദ്ധ്യം വേറെ വല്ലതും. അതുപോലെ വെള്ളത്തൂവൽ സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഇയാളുടെ പേര് കേട്ട ആൾക്കാരും ഞെട്ടി പറയുമായിരുന്നു. വെള്ളത്തൂവൽ സ്റ്റീഫൻ പിന്നീട് ജയിലിൽ നിന്ന് വന്നതിന് ശേഷം
ഉപദേശി പെന്തിക്കോസ്തുകാരനായിട്ട് മാറി. അതാണ് അതിൻ്റെ മറ്റേ അങ്ങേറ്റം എന്ന് പറഞ്ഞ ഇതാണ്. അത് ഈ ദക്ഷിണ ധ്രുവവും ഉത്തര ധ്രുവവും പോലെയാണ്. ഇവിടുന്ന് വിട്ടാൽ പിന്നെ മറ്റിടത്ത് നിൽക്കുള്ളൂ. അങ്ങനെയാണ്. നമ്മുടെ സ്വാമി ചിന്മയാനന്ദൻ തന്നെ ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു, പൂതാമ്പള്ളി ബാലകൃഷ്ണ മേനോൻ എന്ന പേരിൽ. അങ്ങനെയാണ് പല വിപ്ലവകാരികളുടെയും എന്താണ് ഉത്തരകാണ്ഡം അല്ലേ, പൂർവാശ്രമത്തിൽ വിപ്ലവകാരികളായിരുന്ന ആൾക്കാർ പിൽക്കാലത്ത് സന്യാസിമാരായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിവൃത്തിയില്ലാതെ വരുമ്പോൾ മനുഷ്യ അവസാനത്തെ ആശ്രയമായിട്ട് ഈശ്വരനെ ആശ്രയിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, സത്യത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഒരു സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. കേരളത്തെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും ക്ഷേത്രങ്ങൾ കണ്ടാൽ നമുക്കറിയാം അവയുടെ ശില്പകല, അതിൻ്റെ വാസ്തുവിദ്യ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് കലാരൂപങ്ങൾ, കഥകളി, കൂടിയാട്ടം, അതുപോലെ ഭരതനാട്യം, മോഹിനിയാട്ടം, ഇതൊക്കെ ഓരോ സ്ഥലത്തെ കലകളാണ്. പിന്നെ ക്ഷേത്രകലകൾ, അനുഷ്ഠാന കലകൾ, കൂത്തും കൂടിയാട്ടവും മാത്രമല്ല, ഓട്ടംതുള്ളൽ അല്ലെങ്കിൽ കുറത്തിയാട്ടം, ഇങ്ങനെയുള്ളതൊക്കെ ക്ഷേത്രത്തിന് പുറത്ത് അതിന് വലിയ നിലനിൽപ്പില്ല. അതുപോലെ കളമെഴുത്ത് നോക്കിയാൽ മതി, ഒരു അനുഷ്ഠാന കലയാണ്, ഫോക്ലോർ എന്ന് പറഞ്ഞ് വിഭാഗത്തിൽപ്പെട്ടു. ഇതുപോലെയുള്ള കലകൾ, ഇതുകളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ അവസ്ഥയിൽ, ഏതായത് ഭൂപരിഷ്കരണം ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ, ഭൂപരിഷ്കരണം വന്നപ്പോൾ ഭൂസ്വത്തുകൾ നഷ്ടപ്പെട്ട് ബ്രഹ്മസ്വവും ദേവസ്വവും ഇല്ലാണ്ടായപ്പോൾ അന്യം നിന്ന് പോകും എന്ന് നമ്മൾ ഭയപ്പെട്ടതാണ്. മിക്കവാറും അന്യം നിന്ന് പോയത്. കലാമണ്ഡലം ഇല്ലായിരുന്നെങ്കിൽ കഥകളി എന്ന് പറഞ്ഞ സാധനം ഒരു പക്ഷേ ഇല്ലാണ്ടായിപ്പോയി. മറ്റേത് കലകൾ പോലെ അല്ല, ഒരുപാട് വർഷത്തെ അധ്വാനവും പരിശ്രമവും വേണം, എന്നാലേ ആവും പറ്റും. പക്ഷെ അങ്ങനെ അതും ഈ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടു പോകാതിരുന്നത് ഈ ക്ഷേത്രങ്ങൾ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ആത്മീയതയെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതലായിട്ട് ആളുകൾ ഭക്തിമാർഗത്തിൽ മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഈടുവെപ്പുകളായ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതൊക്കെ കൂടുതലായിട്ട് അതിലേക്ക് ആകൃഷ്ടരാവുകയും ഇത് കൂടുതൽ സൂക്ഷ്മമായിട്ട് വിമർശന ബുദ്ധിയോടി പഠിക്കുകയും വിശകലനം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഈ പണ്ട് കാലത്ത് കർക്കിടക മാസം എന്ന് വെച്ചാൽ പഞ്ഞമാസമായിട്ടാണ് കരുതുന്നത്. കർക്കിടക മാസത്തിൽ തോരാത്ത മഴയാണ്. ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കാരണം കർക്കിടക മാസത്തിൽ വെയിലും ചിങ്ങമാസത്തിലും മഴയുമായി, അത് വേറെ കാര്യം. പഞ്ഞമാസം ഇല്ലാതെ ദാരിദ്ര്യവും ഇല്ലാണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ഇന്ത്യ ഭക്ഷണ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടി. 1973-74 വരെയൊക്കെ വലിയ ദാരിദ്ര്യവും അതിനേക്കാളും പട്ടിണിയാണ്. അരി എന്ന് പറഞ്ഞ സാധനം കിട്ടാൻ, മഹാകവി വള്ളത്തോൾ പറഞ്ഞ പോലെ അരിയും മഹാവിഷ്ണു എല്ലായിടത്തും ഉണ്ട്, പക്ഷേ കാണാൻ പറ്റുകയില്ല. കാരണം അരി പൂഴ്ത്തി വെച്ചേക്കാണ് മഹാവിഷ്ണു പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ, രണ്ടും എല്ലായിടത്തും ഉണ്ട് പക്ഷേ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടായിരുന്നു. അതും മാറിയത് ഈ 1975 കാലത്തൊക്കെയാണ്. ഈ ഹരിത വിപ്ലവം വിജയിച്ചു. ഹരിത വിപ്ലവം വിജയിച്ചപ്പോൾ അരി സുലഭമായി, അതിനുശേഷം പട്ടിണിയിലാണ്. ആ അവസ്ഥ രാജ്യത്ത് ഉണ്ടായതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ദാരിദ്ര്യം ഇല്ലാണ്ടായി, പട്ടിണിയില്ലാണ്ടായി, ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു. 1947 ഇന്ത്യ അല്ല 2026 ഇന്ത്യ. രാജ്യവും യഥാർത്ഥത്തിൽ പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ച രീതിയിലോ നമ്മൾ അർഹിച്ച രീതിയിലോ പുരോഗമിച്ചില്ല എന്നുകൂടി പറയാം. എന്നാലും അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അഭിവൃദ്ധിയുടെ ലക്ഷണങ്ങൾ എല്ലാ രംഗത്തും ഉണ്ടായ പോലെ ഈ കലാരൂപങ്ങളിലും തിരിച്ചു. ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ക്ഷേത്രത്തിൽ സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസംഗിക്കും. ഞാനുമുണ്ട്, നമ്മുടെ നാടകകൃത്ത് ശ്രീമൂലരം മോഹനുമുണ്ട്. ആദ്യം ഞാൻ പ്രസംഗിച്ചു, പിന്നെ മോഹൻ ചേട്ടൻ പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ഒരു സ്വാമി പ്രസംഗിച്ചു, ഒരു സന്യാസി. അദ്ദേഹത്തിൻ്റെ പേര് നോട്ടീസിലുമുണ്ട്. എനിക്ക് പുള്ളിയെ നേരത്തെ പരിചയമില്ല. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് നോട്ടീസിൽ പേര് വെച്ച സ്വാമിയല്ല, അദ്ദേഹത്തിന് എന്തോ അസുഖമുള്ള വേറൊരു സ്വാമിയാണ്. ഈ സ്വാമിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു 40-45 വയസ്സ് മതിക്കുന്ന ഒരാളാണ്. ഈ സംഭവം നടന്നൊരു 8-10 കൊല്ലം മുമ്പാണ്. സ്വാമി ഗഹനമായ സിദ്ധാന്തങ്ങളും ഉപനിഷത്ത് ദർശനങ്ങളൊക്കെ വ്യാപകമായിട്ട് സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നു. കൂട്ടത്തിൽ ബൈബിളിൽ നിന്നും ഖുറാനിൽ നിന്നുമുള്ള വചനങ്ങളും പുള്ളി എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഖുറാനൊക്കെ പുള്ളി അറബിയിലാണ്. അത് പിന്നെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞ് വിശദീകരിക്കും. സംഗതിയൊക്കെ പുള്ളി ഗംഭീരമായി. യോഗം കഴിഞ്ഞ് ഞങ്ങൾ ദേവസ്വം ഓഫീസിൽ വെറുതെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധരിക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ക്ഷേത്ര കലകളൊക്കെ വീണ്ടും
തിരിച്ചു വരുന്നു എന്ന് മാത്രമല്ല, പണ്ട് നമ്മൾ അയിത്തം കൽപ്പിച്ച് അസ്പൃശ്യത കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികളൊക്കെ ഇപ്പോൾ ഇത് താല്പര്യമായിട്ട് പഠിക്കുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ തന്നെ ഉണ്ടായ 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു സ്കൂളിൽ പ്രസംഗിച്ച് ചെന്നപ്പോൾ അവിടുത്തെ ഒരു വിദ്യാർത്ഥി ഗംഭീരമായിട്ട് ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചു. അപ്പോൾ ആ പരിസരത്ത് ധാരാളം ചാക്യാന്മാരുള്ള സ്ഥലമാണ്. ഞാൻ വിചാരിച്ചു ഈ പയ്യനൊരു ചാക്യാരുടെ മകനായിരിക്കും, അങ്ങനല്ലേ വിചാരിക്കും. ആ ചാക്യാന്മാർക്ക് പ്രസിദ്ധമായൊരു ഗ്രാമവും കൂടിയാണ് ആ പരിസരം. ആ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഒരിക്കലും സ്കൂളിൽ വന്ന് ചേർന്നായിരിക്കും. പിന്നെയാണ് മനസ്സിലായത് ഇയാൾ ചാക്യാരുമല്ല, നങ്ങ്യാരുമല്ല, പുള്ളി ഒരു കല്ലാശ്ശേരിയുടെ മകനാണ്. അപ്പോൾ എനിക്ക് വലിയ ഒരു അത്ഭുതം തോന്നി. കാരണം അത്ര എളുപ്പത്തിൽ സ്വായത്തമാക്കാവുന്ന ഒരു കലയല്ല ഈ ചാക്യാർ കൂത്ത്, പാടകം മുതലായ കാര്യങ്ങൾ. സംസ്കൃതമൊക്കെ പഠിച്ച് നന്നായിട്ട് അസലായിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ ഞാൻ ഈ അനുഭവം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഈ സ്വാമി എന്നോട് ചോദിച്ചു, എന്നെ കണ്ടിട്ട് ഞാൻ ഏത് സമുദായക്കാരനെന്ന് പറയാൻ പറ്റും? ഞാനാകെ പെട്ടില്ലേ. പുള്ളി മുഖത്തേക്ക് വളരെ സൂക്ഷിച്ചു നോക്കി, ഒരു രക്ഷ കിട്ടുന്നില്ല. നമ്മൾ മുഖലക്ഷണ ശാസ്ത്രപ്രകാരമോ സാമുദ്ര ശാസ്ത്രപ്രകാരം ഏത് ശാസ്ത്രപ്രകാരം നോക്കിയാലും കിട്ടില്ല, ഒരു പിടിയില്ല. അപ്പം ഞാൻ പെട്ടെന്ന് വേറൊരു നമ്പർ എടുത്തു. ഈ സന്യാസിമാരുടെ ജാതിയും മതവും സമുദായവും ഒന്നുമില്ലല്ലോ, അങ്ങനെ ഉണ്ടാകാനും പാടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ശരിയാണ്, ഞാൻ പൂർവാശ്രമത്തിൽ ആരായിരുന്നു എന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വേറൊരു നമ്പർ ഇറക്കി. പൂർവാശ്രമത്തിൽ ഈ വീരന്മാർക്കും നദികൾക്കും എന്ന പോലെ സന്യാസിമാർക്കും പൂർവാശ്രമം പ്രധാനമല്ല. അത് ശരിയാണ്, പ്രധാനമല്ല. എന്നാലും ഞാൻ വളരെ വ്യക്തമായിട്ടാണല്ലോ ചോദിച്ചത്, വക്കീലിനെ അറിയാമെങ്കിൽ പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു ഞാൻ തോറ്റു. സ്വാമി തന്നെ പറഞ്ഞു. സ്വാമി പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. അപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും ഞാൻ പിന്നെ പുള്ളിയുടെ പ്രസംഗമായിട്ട് കൂട്ടിച്ചേർന്ന് ആലോചിച്ചപ്പോൾ സംഗതി ശരിയാണ്. പുള്ളി നല്ല പാണ്ഡിത്യമുള്ള ആളാണ്. ആ പ്രായത്തിലുള്ള ഒരു ഹിന്ദു സന്യാസിക്ക് ഇത്രയും പാണ്ഡിത്യം സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ സാധ്യമില്ല. നേരെ മറിച്ച് ഒരു ക്രൈസ്തവ പുരോഹിതനാണെങ്കിൽ അയാൾക്ക് ബൈബിൾ അറിയണം, ഖുറാൻ അറിയണം, ജൈനമതം അറിയണം, ബുദ്ധമതം അറിയണം, വേറെ ഒരുപാട് കാര്യങ്ങൾ അറിയണം. എന്നാലേ ഒരു പള്ളിയിലെ അച്ഛൻ പട്ടം കെട്ടി വരുള്ളൂ. ഒരുപാട് 10 കൊല്ലം മറ്റും പഠിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിലമ്പൂരിനടുത്ത് ഒരു ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞു, അവിടെയാണ് ജനിച്ചത്. അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഞങ്ങൾ കുടിയേറ്റ ക്രിസ്ത്യാനികളാണ്. ഞാൻ താല്പര്യപ്പെട്ട് സെമിനാരിയിൽ ചേർന്ന ആളാണ്. അവിടെ ക്രിസ്തുമത ദർശനങ്ങളൊക്കെ പഠിച്ചു. പിന്നെ മറ്റ് മതങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കാൻ അവസരമുണ്ട്. അങ്ങനെ ഖുറാനും ഭഗവത്ഗീതയൊക്കെ പഠിച്ചു. അത് പഠിച്ചപ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കണം തോന്നി. അങ്ങനെ ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ വളരെ താല്പര്യമായിട്ട് വായിച്ചു, പഠിച്ചു, മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കി എന്താണ് ഈ ഹിന്ദു മതത്തെ അപേക്ഷിച്ച്, അല്ല ക്രിസ്തു മതത്തെ അപേക്ഷിച്ചും ഇസ്ലാം മതത്തെ അപേക്ഷിച്ചും വളരെ ഗഹനവും സങ്കീർണവും എന്താണ് പിടിച്ചാൽ പിടികിട്ടാത്തതുമായ ഒരു സംവിധാനമാണ് ഹിന്ദുമതം. പ്രത്യേകിച്ച് ഉപനിഷത്തുക്കളുടെ ദർശനം എന്നൊക്കെ പറയുന്നത് അതിഗംഭീരമാണ്, അതിമഹത്താണ്. അപ്പോൾ ഞാൻ സെമിനാരി ഉപേക്ഷിച്ചു. ഞാൻ ഹിന്ദുവായിട്ട് മാറി. അപ്പോൾ എനിക്ക് മനസ്സിലായി വെറും ഹിന്ദുവായിട്ട് ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇത് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സന്യാസം സ്വീകരിക്കണം. അങ്ങനെ ഞാനൊരു ഹിന്ദു സന്യാസിയായിട്ട് മാറി. ഞാനിപ്പോഴും ഇതിന് പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ അന്തം വിട്ടുപോയി. ഇത് അനുഭവത്തിലുണ്ടായ കാര്യം. അപ്പോൾ എന്തുകൊണ്ട് ആളുകൾ ഈ രീതിയിൽ പഠിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. ഇതിങ്ങനെ പഠിക്കുന്നവർ കുറവായിരിക്കും. എല്ലാവരും പഠിക്കേണ്ട ആവശ്യമില്ല. രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാർ ഇതൊന്നും പഠിച്ച് പാസ്സാവേണ്ട ആവശ്യമില്ല. ഉപനിഷത്തുക്കളും വേദങ്ങളും പുരാണങ്ങളും ഒന്നും ആ രീതിയിൽ എല്ലാ ആളുകളും പഠിച്ച് പ്രാഗൽഭ്യം തരേണ്ട കാര്യമില്ല. പക്ഷേ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പഠിക്കാൻ സൗകര്യമുണ്ട്. പണ്ടതില്ലായിരുന്നു. ഇപ്പോൾ സൗകര്യങ്ങൾ വർദ്ധിച്ചു. അപ്പോൾ ഈ സൗകര്യങ്ങൾ നമ്മളെങ്ങനെ ഉപയോഗപ്പെടുത്തും? നമ്മുടെ നാടിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇവിടെ മാത്രമല്ല, വിദേശത്തും ഉണ്ട്. എൻ്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഇയാൾ ചേർത്തലക്കടുത്ത് എരമല്ലൂർ സ്വദേശിയാണ്. പുള്ളി പഠിക്കാൻ സമർത്ഥനായിരുന്നു. ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു, പരീക്ഷ പാസ്സായി. അത് കഴിഞ്ഞ് അമേരിക്കയിൽ പ്രസിദ്ധമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. അവിടെ ഒരു ഗവേഷകനാണ്. ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചു. പുള്ളി പറഞ്ഞു, ചേട്ടാ ഞാൻ ഈ ഹാർവാർഡിലെ ജോലി ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുക. നീ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാനാണ്? എന്താണ് റബ്ബർ എസ്റ്റേറ്റ് പഠിക്കാനാണോ ഉദ്ദേശം? എൻ്റെ ഭാര്യ വീട് പാലയിലാണ്. ഭാര്യ വീട്ടുകാർ കുറച്ച് സമ്പത്തുള്ള ആൾക്കാർ. ഭാര്യ വീട്ടിൽ വന്ന് റബ്ബർ കൃഷി നടത്താനാണ് ഉദ്ദേശം. അങ്ങനെയല്ല, എനിക്ക് ഭാരതാംബയെ സേവിക്കണം. ഞാൻ പറഞ്ഞു,
നീ അവിടെ ഇരുന്ന് അമേരിക്കാമ്പയെ സേവിച്ചാൽ മതി. ഭാരതാമ്പയെ സേവിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വെറുതെ നടക്കുക. ഇവിടെ വന്നാൽ നിൻ്റെ ജീവിതം കോഞ്ഞാട്ടേയും. നീ അവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യ സ്നേഹിച്ചാൽ മതി. ഇവിടെ ഇന്ത്യ ഭാരതാമ്പയെ സേവിക്കാൻ ഞങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തി പുള്ളി ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എപ്പോഴാണ് ഭ്രാന്തളിയിട്ട് രാജിവെച്ച് വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ വന്ന് ഭാരതാമ്പയ്ക്ക് പുള്ളി എന്ത് സേവനം ചെയ്യുന്നത് നമുക്കറിയില്ല. അവിടെ ഇരിക്കുകയാണെങ്കിൽ പുള്ളിയെ കൊണ്ട് അമേരിക്കയ്ക്ക് മാത്രമല്ല ഒരുപക്ഷെ ലോകത്തിന് തന്നെ ഉപകാരം ഉണ്ടാവും. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. ഈ ലോകത്തിന് ഉപകാരം ചെയ്യണമെങ്കിൽ ഇവിടെ ഇരുന്നാൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ സംവിധാനമൊക്കെ വളരെ ദൂഷിച്ചതാണ്, പ്രാകൃതമാണ്. മറിച്ച് അവിടെയാണെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ അപ്പോഴും നമ്മൾ ഇന്ത്യക്കാരനാണെന്നുള്ള ഓർമ്മയുണ്ടാകും. നമ്മുടെ വേരുകൾ ഈ നാട്ടിലാണ്. നമ്മൾ കേരളീയനാണ്, മലയാളിയാണ്, ഇന്ത്യക്കാരനാണ്. ഈ രാജ്യത്തോട് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ചിന്ത ഉണ്ടല്ലോ, അതാണ് പ്രധാനം. ആ ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ ഈ നാട്ടുകാരാണ്, ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഈ രാജ്യത്തിന് പല പോരായ്മകളുണ്ട് ഇല്ലേ? രാജ്യം ഇപ്പോഴും അങ്ങനെ വളരെയൊന്നും പുരോഗമിച്ച അവസ്ഥയിലല്ല. സൗകര്യങ്ങൾ കുറവാണ്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യങ്ങളൊക്കെ പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിവിടെ ആയിപ്പോയി. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യും. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ രാജ്യത്തിന്, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതേ സമയത്ത് തന്നെ ഈ കുടുംബ ബന്ധങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ സ്നേഹമില്ലാതാവുന്നതാണ്. മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റാതെ, സ്നേഹരാഹിത്യമാണ് സത്യത്തിൽ 21-ാം നൂറ്റാണ്ടിൽ മലയാള സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ നല്ല മനുഷ്യരാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ സഹജീവികളെ സ്നേഹിക്കാൻ ശ്രമിക്കുക. കുട്ടികളെ ആ രീതിയിൽ നമ്മൾ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അധികം നമുക്കറിയാം, കുട്ടികളും ചെറുപ്പക്കാരൊക്കെ ജോലിക്ക് സ്കൂളിലൊക്കെ പോയെങ്കിൽ അപ്പോൾ അമ്മൂമ്മമാർക്ക്, മുത്തശ്ശിമാർക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ സ്നേഹം വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുക. മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഈശ്വരവിശ്വാസവും പകർന്നു കൊടുക്കുക. ഈശ്വരവിശ്വാസികൾക്ക് മറ്റെന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും അതിൽ നിന്ന് ആർജിക്കുന്ന ഒരു സംസ്കാരമുള്ള ആർജിത സംസ്കാരം എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അത് ഏത് നിലയ്ക്കും ആ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും. ഇതൊരു അന്ധവിശ്വാസമായിട്ടല്ല, നേരെ മറിച്ച് സഹജീവി സ്നേഹമായിട്ട് മനുഷ്യവർഗത്തോട് അല്ലെങ്കിൽ ഈ ഭൂമുഖത്തുള്ള ചരാചരങ്ങളോടുള്ള സ്നേഹമായിട്ട് ഒരു വിശാലമായ അർത്ഥത്തിൽ, വിപുലമായ അർത്ഥത്തിൽ പരിവർത്തനം ചെയ്തെടുക്കാനാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ ഹിന്ദു റിവൈവലിസം എന്ന് പറയുന്നത്. മറ്റ് മതങ്ങളെ വെറുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അന്ധമായിട്ട് എതിർക്കാനോ വേണ്ടിയിട്ടല്ല. അത് നമ്മുടെ സംസ്കാരത്തെ വീണ്ടെടുക്കാൻ, അതിൻ്റെ ഗുണപരമായ അംശങ്ങളെ സ്വാംശീകരിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അതിൻ്റെ വെളിച്ചം അത് കെട്ടുപോകാതെ സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. ആ രീതിയിലുള്ള ഒരു പരിശ്രമമായിരിക്കണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കേവലമായ ഭക്തി, ഇപ്പോൾ മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയല്ല, പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് പറയും. ആ ഭക്തിയാണ് മള്ളിയൂർ ഭാഗവത ഹംസം പ്രതികരിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു വെളിച്ചം കെടാതിരിക്കട്ടെ. ഈ ഗ്രാമത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും ഈ മനുഷ്യ രാശിക്ക് തന്നെയും അതൊരു വിളക്കായിട്ട് തെളിഞ്ഞു നിൽക്കട്ടെ എന്ന ആഗ്രഹം, എന്ന പ്രതീക്ഷ ഇവിടെ പങ്കുവച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മള്ളിയൂർ തിരുമേനിയുടെ 105-ാം ജയന്തി